മാത്രം ചോദിക്കരുത്. മിണ്ടല്ലേ അങ്ങനെ നമ്മൾ അതെ ലെഫ്റ്റ് എടുത്തു. അങ്ങനെ നമ്മൾ ഓറഞ്ച് വാലി ഹിൽ റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് റിസോർട്ടിൻ്റെ ബോർഡാണ് നമ്മൾ കയറി വരുമ്പോൾ ഉള്ള നമ്മൾ വന്ന വഴിയൊക്കെ കാണിച്ചായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വാഗമൺ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ അഡ്വഞ്ചർ പാർക്കും മറ്റേ പൈൻ ഫോറസ്റ്റും ഒക്കെ കണ്ട് നമ്മൾ നേരെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഓറഞ്ച് വാലി റിസോർട്ടിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. അത് അടിപൊളി റിസോർട്ടാണ്. ഒരു ഏസ് വണ്ടി വരുന്നുണ്ട് റിസോർട്ടിലെ ആണിത്. നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. ഇത് ഇവിടുത്തെ റിസപ്ഷനാണ്. നേരെ മുകളിലോട്ട് പോവാണ്. സ്റ്റെപ്പൊക്കെ കയറി വന്നു. ഏകദേശം നല്ല അടിപൊളി വ്യൂ ഉണ്ട്. ഇത് മുകളിലൊക്കെ കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ കോട്ടേജ് ആണെന്ന് തോന്നുന്നു. റിസോർട്ടിൻ്റെ ഓരോ കോട്ടേജുകളായിരിക്കും മിക്കവാറും. നമുക്ക് അവിടെ റൂം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടി. താങ്ക് യു. ഇതാണിത്. നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടി വന്നപ്പോൾ തന്നെ. സൂപ്പർ ഡ്രിങ്കാണ് ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻ്റാണ്, ഓറഞ്ച് വാലി മറ്റേ റിസോർട്ടിൻ്റെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻ്റാണ്. ഇവിടെ നല്ല ആംബിയൻസ് ആണ്. ഇവിടെ നമുക്ക് നല്ല ആംബിയൻസ് ആണ്. നമുക്കൊരു സീറ്റിലിരിക്കുവാണ്. ഇവിടുത്തെ നമുക്ക് മറ്റേ മലനിരകളും കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് നമുക്കിവിടെ ഇരിക്കാനൊക്കെ പറ്റും. അടിപൊളിയാണ് ഇവിടുത്തെ ആംബിയൻസൊക്കെ ഈ റിസോർട്ടിലെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ റിസോർട്ടിൽ വന്നിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇപ്പോൾ പുറത്തിറങ്ങി. ഇനി നമുക്ക് ഈ റിസോർട്ടൊക്കെ മുഴുവനും ചുറ്റി കാണാം. ഇവിടെ നിന്നാൽ നമുക്ക് പുറത്തെ വാഗമണ്ണ് മറ്റേ ഓരോ കാഴ്ചകളൊക്കെ കാണാം. ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇവിടെയാണ് നമ്മുടെ മറ്റേ അഡ്വഞ്ചർ പാർക്ക്. നമ്മുടെ മറ്റേ അഡ്വഞ്ചർ പാർക്കാണിത്. നമ്മളവിടെ നിന്ന് നമ്മൾ പോയ അഡ്വഞ്ചർ പാർക്ക്. പിന്നെ അങ്ങോട്ടൊക്കെ നടന്ന് കാണാം. വേറെ ഇവിടെ നിന്നാൽ നമുക്ക് ഇതെന്തോ ഒരു കുളമാണിത്. ഇതൊരു കുളം കാണാം. പിന്നെ വേറൊരു ചെറിയ കുളം ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു വലിയ പാറയുണ്ട്, ഇങ്ങനെ മലയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന. പിന്നെ ഇത് പാറയുടെ മറ്റേ ആ കുന്നാന്ന് തോന്നുന്നു. അതിൻ്റെ മുകളിൽ ചെറിയ എന്തൊക്കെയോ കാണാം. അവിടെ അതിൻ്റെ മുകളിലും ആൾക്കാർ നിൽപ്പുണ്ട്. അതൊക്കെ ചെറുതായിട്ട് കാണാം. ആരൊക്കെ നിൽക്കുന്ന പോലെ അതിൻ്റെ മുകളിലും ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. മറ്റേ പാറയുടെ ആ കുന്നിൽ ഒക്കെ നമുക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കാണാം. ഇതാണ് ഞങ്ങളുടെ റൂം. ഈ മുകളിൽ കാണുന്നത് ഞങ്ങളുടെ റൂമാണ്. ഈ മുകളിൽ കാണുന്ന റൂം ഇതൊക്കെ ഓരോ കോട്ടേജ് പോലെയാണ്. താഴെയും മുകളിലുമായിട്ട് ഓരോ കോട്ടേജ് പോലുള്ള റൂമുകളാണ്. ഒരു ലിവിങ് ഹോള്, ഒരു ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ സൈക്കിളൊക്കെ ഉണ്ട്. സൈക്ലിംഗ് ഒക്കെ ചെയ്യാൻ സൈക്കിൾ എടുക്കാൻ ഞാനിപ്പോൾ ഒരു സൈക്കിൾ എടുക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളിത് ആ ഓറഞ്ച് വാലിയിൽ നിന്ന് എഴുതിയെടുത്തോട്ട് പോവാണ്. അപ്പോൾ ഒരു രക്ഷയില്ല. സൈക്കിളും കൊണ്ട് കയറ്റമൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല സൈക്കിൾ ഓടിക്കുന്ന. അപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൈക്കിളും കൊണ്ട് ചവിട്ടി നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ റിസോർട്ട്. ഇത് റിസോർട്ടിന് 4 കോട്ടേജ്, റെസ്റ്റോറൻറ്റ്. പിന്നെ നമ്മളെ റിസോർട്ടിൻ്റെ മുകളിലെത്തി. നമുക്കിത് ഈ പാറയുടെയൊക്കെ മുകളിൽ നിന്നൊക്കെ നോക്കാം. വാവ്, ഇതൊരു ട്രാവലറൊക്കെ വരുന്ന കാണാം. അപ്പോൾ അങ്ങനെ ഒരു രക്ഷയില്ലാതെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഏറ്റവും മുകളിലാണ്. നമുക്കിനി നേരെ ഇവിടെ എഴുതി പോവാം. ഇവിടെ
ഇവിടെ നമുക്കിത് ഇങ്ങനെ ഇരിക്കാനൊക്കെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇത് ഓരോ മരത്തിൻ്റെയും കഷ്ണങ്ങൾ ഇങ്ങനെ മുറിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി, ഇരിക്കാനും ഒന്ന് റെസ്റ്റ് എടുക്കാനും. ഇതാണ് കാണുന്നുണ്ട്, ഇതാണിത് മറ്റേ ഓറഞ്ച് വാലി റിസോർട്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കിത് ഇനി ഇവിടെ ഇരിക്കാൻ കുറച്ച് നേരം, നമുക്കത് ഇവിടെ ഇങ്ങനെയൊക്കെ ഇരിക്കാനും നിൽക്കാനും ഒക്കെ പറ്റും. നല്ല രസമാണ്. ഉണ്ടോ, എന്ത് നല്ല വ്യൂ ആണിത്. അഡ്വഞ്ചർ പാർക്കൊക്കെ ഇവിടെ നിന്നാൽ കാണാം. അഡ്വഞ്ചർ പാർക്ക് കാണാം ഉണ്ട് അവിടെ വെച്ചിരിക്കുന്ന എല്ലാം ഉണ്ട്. അയ്യോ, അങ്ങനെ ഇതാണ് നമ്മുടെ സൈക്കിള്. നമ്മളിവിടുന്ന് ഒരു ഇറക്കമാണ്. ബ്രേക്ക് പിടിച്ചില്ലെങ്കിൽ പോയി ഇടിക്കും. ആ ബ്രേക്കൊന്നും ഇല്ല. ഇനി നമുക്ക് ഇത്തിരി ഡേഞ്ചറാണ്. ഇവിടെ അതെ, ഇവിടെയോട്ട് നിൽക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടി നേരെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലോട്ട് നടക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ എത്തിയതേ കാണാൻ നല്ല രസമുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നമുക്ക് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്വിമ്മിംഗ് പൂള്. ഇപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ താഴെ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള റൂമുണ്ട്. ഇതിൽ ഞാൻ വേണ്ടി താഴെ ഇറങ്ങിയാൽ, അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ട് നമ്മളിനി ഇത് പൂളിലോട്ട് ഇറങ്ങാൻ പോകും. അയ്യോ, തണുപ്പ് തണുപ്പ്, അയ്യോ തണുപ്പ് 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 തണുപ്പ്, എൻ്റെ ദൈവമേ, എന്തൊരു തണുപ്പ്. അങ്ങനെ നമ്മള് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. ഗായ്സ്, ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ല. ഓ, ഇതെന്തൊരു തണുപ്പാണിത്, അയ്യോ ഒരു രക്ഷയില്ല. അപ്പോൾ ഗായ്സ്, ഒക്കെ നമ്മുടെ സ്വിമ്മിംഗ് പൂളാണ്, ഒരു രക്ഷയില്ല. ഇറങ്ങിയപ്പോൾ തണുപ്പേ ഉള്ളൂ. പിന്നെ സ്വിമ്മിംഗ് പൂളിൽ കിടന്നാൽ കുഴപ്പമില്ല. വൈകുന്നേരം ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഫോഗൊക്കെ ഇങ്ങനെ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നടന്ന് കറ്റത്തോട്ട് പോവാം. അയ്യോ, വെള്ളച്ചാട്ടം പോലെ. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നിന്ന് ഈ വെള്ളമൊക്കെ ഇങ്ങോട്ട് പോകും. അവിടെ നിന്ന് ഇതായി വരും. നല്ല ഫ്രഷ് വെള്ളമായിട്ട് തിരിച്ചു വിടും. അങ്ങനെയാണ് സംഭവം. ഇവിടെ നിന്നാതെ നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്നാൽ നമുക്കിങ്ങനെ നടന്ന് നടന്ന് കാണാം. നല്ല രസമുണ്ട്. ഓ, അയ്യോ, നല്ല രസമുണ്ട്. പുറകെ നോക്കിയാൽ നല്ല വ്യൂ ആണ്. ഇതാണ് പോലെ ഞാൻ മറ്റേ ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ സ്വിമ്മിംഗ് പൂൾ. ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് കാണുന്നത്. ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ പോകുന്നു. ഇതാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ കിടന്നുകൊണ്ട് ഇത് ഞങ്ങളുടെ മറ്റേ കോട്ടേജിൽ നിന്നൊരു ബാൽക്കണി ഉണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാനും പറ്റും. നമുക്കിത് ഇവിടെ ഇരുന്നത് ഇങ്ങനെ നമുക്ക് ഇതേപോലെ ഇരുന്ന് നമുക്കിങ്ങനെ ഓരോ കാഴ്ചകളും കാണാം ഇവിടെ ഇരുന്ന്. ഇപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് ഫോഗൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട്, രാത്രിയല്ല സോറി, വൈകുന്നേരം ഇപ്പോൾ ഏകദേശം ഒരു
ഇപ്പം ഒരു 5 മണിയൊക്കെ ആയി. ഇവിടെ നമുക്കിവിടെ റൂമിൽ നിന്ന് നല്ലൊരു വ്യൂ കാണാം. നമുക്കിതേ ഈ ഗ്ലാസ് നമുക്ക് ഇങ്ങനെ കാണാം. നോക്കാം, നമുക്ക് റൂമിൽ നിന്ന് ഇങ്ങനെ ഇരുന്ന് നമുക്ക് ഇവിടെയൊക്കെ നോക്കാം, ഇരുന്നുകൊണ്ട് കിടന്നുകൊണ്ടൊക്കെ നമുക്ക് നോക്കാം. പിന്നെ നമുക്കിങ്ങനെ ചായയൊക്കെ കുടിക്കാൻ ഇരിക്കാനുള്ളൊരു ഇത്, പിന്നെ ഒരു അലമാര, അത്യാവശ്യം നല്ല മുറിയൊക്കെയാണ് ഫ്രണ്ട്സ്. അങ്ങനെ ഏകദേശം വൈകുന്നേരം ഒരു 5:45 ആയി. അവിടെ ഓറഞ്ച് വാലി, അവിടെ ലൈറ്റൊക്കെ വന്നു, ഓറഞ്ച് വാലി ഹിൽസ് എന്ന് പറഞ്ഞ റിസോർട്ടിലെ. പിന്നെ ഇവിടെ മറ്റേ ഓരോ ലൈറ്റൊക്കെ ഇട്ട് ഇനി രാത്രിയിലൊക്കെ നോക്കുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇപ്പോൾ ഏകദേശം ഇവിടെ ഫോഗൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഫോഗൊക്കെ വന്ന് തുടങ്ങി. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫോഗൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ ഇപ്പോൾ ഏകദേശം 6 മണി, അല്ല 6:30 6:45 ഒക്കെ ആയിരിക്കുകയാണ്. ഇപ്പം ഫോഗാണ് ഇവിടേക്ക്. ഇപ്പോൾ നല്ല മഞ്ഞ് പിടിച്ച് ഭയങ്കര തണുപ്പ്. അതുകൊണ്ട് ഇപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു സൈക്കിളിൽ നേരത്തെ വന്ന സ്ഥലത്ത് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിത് ഏറ്റവും മുകളിൽ റിസോർട്ട് കണ്ടോ. ഇപ്പോൾ റിസോർട്ടൊന്നും അധികം കാണാണ്ടായി. നല്ല കാറ്റും ഫോഗും ഉണ്ട്. നല്ല രീതിക്ക് മലകൾ, അയ്യോ എവിടെ പോയി? മലകളൊക്കെ മാഞ്ഞു പോയോ? മലകളൊന്നും കാണുന്നില്ല. അയ്യോ, നമ്മൾ നേരത്തെ ഇതൊക്കെ വിശ്വാസം വരുന്നതിന്. അയ്യോ, ഓറഞ്ച് വാലി ഹിൽ റിസോർട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അയ്യോ, അതെ, റിസോർട്ടൊക്കെ ഭാഗ്യത്തിന് അവിടെ തന്നെ ഉണ്ട്. എവിടെ പോയി? അയ്യോ, മലകളൊക്കെ എവിടെ പോയി? കണ്ടോ, നമ്മൾ വൈകുന്നേരം ഒരു 4 മണിക്ക് വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പം നോക്കിയേ, അയ്യോ മലയൊന്നും കാണുന്നില്ലേ. അതെ, ഇവിടെ മാത്രം ആ മല കാണുന്നു. അത് നമ്മുടെ അടുത്തായതുകൊണ്ട്. ബാക്കിയുള്ള മലകളൊക്കെ മാഞ്ഞു പോയേ. അയ്യോ എൻ്റെ ദൈവമേ, ഇതെന്തുവാ ഇത്? എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. നോക്കിയേ, മലകളൊന്നും കാണുന്നില്ല. വൈകിട്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഫോഗ് വരുന്ന കാണുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഇങ്ങനെ. തൊട്ടടുത്ത മലയായതുകൊണ്ട് ആ മല ചെറുതായിട്ട് കാണാം. ബാക്കി പുറകിലൊക്കെ ഒന്നും കാണുന്നില്ലല്ലോ. നോക്കൂ, പുറകിലൊന്നും കാണുന്നില്ല, മലകളൊന്നും കാണുന്നില്ല. പുറകിൽ നമ്മുടെ റിസോർട്ട്, അതിൻ്റെ ലൈറ്റൊക്കെ ഉള്ള റിസോർട്ട് ഭാഗ്യത്തിന് കാണുന്നുണ്ട്, നമ്മുടെ അടുത്തായതുകൊണ്ട്. ബാക്കിയൊന്നും കാണുന്നില്ല. എവിടെ പോയോ? അങ്ങനെ ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആകാറായി. ഇപ്പോൾ ഫോഗൊക്കെ ഏതാണ്ട് പോയി. ഇപ്പോൾ വീണ്ടും നമുക്ക് മലകളൊക്കെ കാണാം. എന്നാലും അപ്പുറത്തൊക്കെ നല്ല ഫോഗാണ്. എന്നാൽ ഇവിടെയൊക്കെ നമുക്കിപ്പോൾ വീണ്ടും ആ മലകളൊക്കെ കാണാം. റിസോർട്ടും ഒക്കെ കാണാം. ഇപ്പോൾ ഏകദേശം ഫോഗൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ചൊക്കെ മാറി. ഇപ്പം നമുക്ക് വീണ്ടും മലകൾ കാണാം. നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എന്തുവായിരുന്നു ഇവിടെ നിന്ന് ലൈറ്റൊക്കെ കാണുന്നത്? എനിക്ക് തോന്നുന്നത് ഒരു ഡാമാണെന്നാണ്. ഏകദേശം ഫോഗൊക്കെ അപ്പുറത്തൊക്കെ അങ്ങൊക്കെ ഫോഗുണ്ട് നല്ല. ഇവിടത്തേക്ക് മാറി, എല്ലാം മാറി. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായി. ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് റിസോർട്ടിൽ അലക്കായി. അങ്ങനെ ഫുള്ള് ഇരുട്ടി. റിസോർട്ട് അവിടെ പാട്ടൊക്കെ വെച്ചെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്കിത് കണ്ടോ, ഇത് നമുക്ക് താഴെ കിടന്ന് മുള്ളംപന്നിയുടെ മുള്ളാണിത്. ഇതിൻ്റെ നടുക്ക് വിഷമാണെന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ തൊടാൻ പാടില്ല. അങ്ങനെ നമുക്ക് മുള്ളംപന്നിയുടെ ഒരു മുള്ള് കിട്ടി. ഇവിടെ വന്നിട്ട് നമുക്ക് താഴെ കിടന്നു. ഇത് നമ്മുടെ റിസോർട്ടിലെ രാത്രിയിലത്തെ വ്യൂ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രാത്രി സ്വിമ്മിംഗ് പൂളിൽ വന്നിരിക്കുന്നത്. സ്വിമ്മിംഗ് പൂളിൽ ലൈറ്റൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ചന്ദ്രനെ കാണാം. രാത്രിയിലെ 3 ഇപ്പോൾ ലൈറ്റിൻ്റെ ചെറിയ പൂള്.
ഇവിടെ ദേ ഇതാണ് ഇൻഡോർ ഗെയിംസ്. ഇത് നമുക്ക് എനിക്കറിയത്തില്ല എന്താണ് ടേബിൾ ഫുട്ബോൾ എന്ന് വേണമെങ്കിൽ പറയാം. ദേ നമുക്ക് അങ്ങനെ മഞ്ഞ അടിച്ച് മറ്റേ ഡിഫൻസ് ആദ്യം ഗോളടിച്ചാൽ ഇതേ ബോൾ നമുക്കിത് ഇവിടെ നിന്ന് എടുക്കാം. എന്നിട്ട് നമുക്കിത് വീണ്ടും ഇത് ക്യാരംസ് ഒക്കെ ഉണ്ട്. പിന്നെ സ്പീക്കറൊക്കെ ഉണ്ട് ഇവിടെ. സ്പീക്കർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിവിടുത്തെ രാത്രിയിലത്തെ ക്യാമ്പ് ഫയറാണ്. നമ്മുടെ റിസോർട്ടിലെ ക്യാമ്പ് ഫയർ. ഇവിടെ ഇപ്പോൾ കുറേ പേരിരിപ്പുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ സൺറൈസൊക്കെ കണ്ട് ഇപ്പോൾ നമ്മളെവിടെ നിൽക്കുന്നതെന്ന് പറയാമോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് മറ്റേ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്, ഹിൽസിൻ്റെ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നാലും നല്ല വ്യൂ ആണ്. ഓക്കെ, ഏകദേശം മാറി. ഇന്നലെ കണ്ടപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു അല്ലേ? ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, ഒരു കുഴപ്പം. ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ നിന്നൊരു റോഡും പിന്നെ കുറേ ഇത് കാണാൻ തോന്നുന്നു. ഇതൊക്കെ തേയിലത്തോട്ടമാണ്. നമ്മൾ വന്ന വഴി കൂടെ കണ്ട ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ദൈവത്തെ ഫോഗും മഞ്ഞിൻ്റെ ഒക്കെ ഇത് കാരണം സീറ്റൊക്കെ നനഞ്ഞിരിക്കുക. ഇവിടെ ഒന്നും ഇരിക്കാനും പറ്റത്തില്ല. പിന്നെ ഈ തടിയിൽ ഇതിലൊന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിവിടെ ഇരിക്കാം. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വാഗമൺ ട്രിപ്പ് ഇവിടം കൊണ്ട് പൂർണ്ണമാകുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഉറപ്പായിട്ടും നമുക്ക് മറ്റേ ഹിൽസിൻ്റെ ഒരു റിസോർട്ട് പോലെ അങ്ങനെ നമുക്ക് ഉറപ്പായിട്ടും സ്റ്റേ ചെയ്യാൻ നമുക്ക് ഇവിടെ പറ്റും. ഇവിടെ നല്ല അടിപൊളി ആംബിയൻസ്, നല്ല അടിപൊളി റൂംസും, പിന്നെ നമുക്ക് ഇവിടെ മലമുകളിലൊക്കെ പോയി നിൽക്കാനും ഒക്കെ പറ്റും. പിന്നെ സ്വിമ്മിങ് പൂൾ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വന്ന് നിൽക്കണം. വാഗമൺ വരുവാണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങളുണ്ട് കമൻറ്റ് ചെയ്യണം, എന്തെങ്കിലും സംശയമുണ്ട് കമൻറ്റ് ചെയ്യണം. പിന്നെ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കണും കൂടെ അമർത്തുക. എന്നാലും ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.